നമസ്കാരം. ആന്റണി രാജുവിന് ശേഷം ഗണേഷ് കുമാർ മന്ത്രിയായി എത്തിയപ്പോൾ ഇപ്പോൾ തന്നെ KSRTC ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് AC റൂമിലിരുന്നു കൊണ്ട് അവരുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ റീലും വീഡിയോസുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയാണ്. ആന്റണി രാജു ഉണ്ടായിരുന്ന സമയത്ത് KSRTCക്ക് സർക്കുലർ ബസ്സുകളിൽ 10 രൂപ നിരക്കിൽ ഒരു 2, 3, 4 കിലോമീറ്ററെങ്കിലും യാത്ര ചെയ്യാമായിരുന്നുവെങ്കിൽ ഗണേഷ് കുമാർ വന്നതോടെ അതൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ തീ വിലയാണ്. അതും പോരാഞ്ഞിട്ട് KSRTC ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും ഒക്കെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ബസ്സാണ് KSRTC എന്ന് തോന്നും. ഒരു മാന്യമായ പെരുമാറ്റവുമില്ല. എല്ലാ KSRTC കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും അല്ല പറയുന്നത്. കുറച്ച് പേരെങ്കിലും, അത് 100% എടുത്തു കഴിഞ്ഞാൽ ഒരു 50-60% ആൾ KSRTC കണ്ടക്ടർമാരും അതുപോലെ തന്നെ ജീവനക്കാരെങ്കിലും മാന്യമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ബാക്കി ഒരു 40% സ്വാഭാവികമായിട്ട് ഒരു സ്ഥാപനത്തിൽ ഇതാണ് KSRTCയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. ആ ഇരിക്കുന്ന 40% ആളുകളാണ് KSRTCയെ തകർക്കാനായി നിൽക്കുന്നത്. ഇപ്പോൾ ഒരു അഴിമതിയും വച്ച് പുറപ്പിക്കില്ല എന്ന് പറഞ്ഞ ഗണേഷ് കുമാർ മോട്ടോർ വാഹന വകുപ്പ് പഴയ പോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. മോട്ടോർ വാഹന വകുപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നടക്കണമെങ്കിൽ ഏമാന്മാരുടെ മുന്നിൽ ദക്ഷിണ വയ്ക്കണം. അതായത് കനത്തിൽ എന്തെങ്കിലും സാധനം അവർക്ക് സമ്മാനമായിട്ട് കൈക്കൂലി രൂപത്തിൽ കൊടുത്താലേ അത് ഓടത്തുള്ളൂ. കാരണം മോട്ടോർ വാഹന വകുപ്പിൽ ഇനി എല്ലാം കൃത്യമായിരിക്കുമെന്ന് മന്ത്രി KV ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. മന്ത്രിക്ക് അങ്ങനെയൊക്കെ പറയാം. കാര്യം നടക്കണമെങ്കിൽ ഒപ്പിനും ഫോറിൻ കോപ്പിയും പോക്കറ്റിൽ നോട്ട് കെട്ടും വേണം. വിജിലൻസിൻ്റെ പിടിയിലായ എറണാകുളം RTO ജെൻസന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത് 49 കുപ്പി മദ്യമാണ്. അതായത് ഒരു മിനി ബിവറേജാണ് അവിടെ ഉണ്ടായിരുന്നത് തന്നെ പറയാം. കാശ് മാത്രം പോരാ, കൂടെ ഒരു കുപ്പിയും വേണം. ഇനിയിപ്പോൾ ഡിമാൻഡ് കൂടും. കുപ്പിയുടെ കൂടെ ഇനി ഒരു പൊരിച്ച കോഴിയും കൂടെ വേണമെന്ന് പറയും. വിജിലൻസ് കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഇയാൾ കൈക്കൂലിയിൽ ഒരു നിബന്ധന വച്ചൊക്കെയുണ്ടായിരുന്നു. സാധാരണഗതിയിൽ എങ്ങനെ ആരും കൈക്കൂലിയിൽ നിബന്ധനയൊന്നും വയ്ക്കാറില്ല. പക്ഷേ ഇയാൾക്കൊരു കുപ്പിയും വേണം, ഒരു അതുപോലെ തന്നെ നോട്ട് കെട്ടും വേണം. അമ്പട വീര. അങ്ങനെ വീട് തന്നെ ഒരു ബാർ സെറ്റപ്പിലേക്ക് ഉയർന്നുവെന്നാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ. കേസിൽ പരാതിക്കാരുടെ പേരിലുള്ള പ്രൈവറ്റ് ബസ്സിൻ്റെ റൂട്ട് പെർമിറ്റ് കഴിഞ്ഞ 3-ന് അവസാനിച്ചതാണ്. ഇവരുടെ മറ്റൊരു ബസ്സിന് പെർമിറ്റ് അനുവദിക്കുന്നതിന് RTO ഓഫീസിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതിന് RTO ജെൻസൺ 6-ാം തീയതി വരെ താത്കാലിക പെർമിറ്റ് അനുവദിച്ചു. ശേഷം പെർമിറ്റ് അനുവദിക്കുന്നത് വൈകിപ്പിച്ചു. പ്രതിസന്ധി മനസ്സിലാക്കി ജെൻസന്റെ നിർദ്ദേശപ്രകാരം ഏജന്റായ രാമപടിയാർ പരാതിക്കാരനെ സമീപിക്കുന്നു. പെർമിറ്റ് അനുവദിക്കുന്നതിന് മറ്റൊരു ഏജന്റായ സജിയുടെ കയ്യിൽ 5000 രൂപ കൈക്കൂലി നൽകണമെന്ന് RTO ജെൻസൺ ആവശ്യപ്പെട്ടതായി പറഞ്ഞ് ഇടനില വാഗ്ദാനം ചെയ്തു. സ്വാഭാവികമാണ്, RTO ഓഫീസിൽ ഇടനിലക്കാരെ കൊണ്ട് ഇരിക്കപ്പുറത്തില്ല. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയാലും തന്നെ അവിടെയും ഇടനിലക്കാരുണ്ട്. ടെസ്റ്റ് പാസ്സായാലും ഇരിക്കുന്ന യൂണിഫോം ഇട്ട ഏമാന്മാരുടെ മുന്നിൽ പൈസ കൊടുത്താലേ നമുക്ക് വീട്ടിൽ ആയിരുന്നാലും പോസ്റ്റ് വഴി ആയിരുന്നാലും ലൈസൻസ് കാർഡ് വരുള്ളൂ. നേരിട്ട് കണ്ടതുകൊണ്ടുള്ള ഒരു തെളിവാണ്. പരാതിക്കാരൻ ഇത് വിജിലൻസിനെ അറിയിച്ചതോടെയാണ് കൈക്കൂലി കേസ് പുറത്തു വന്നത്. മോട്ടോർ വാഹന വകുപ്പിൽ തുടരുന്ന കൈക്കൂലി സമ്പ്രദായം ഇനിയും അവസാനിപ്പിച്ചിട്ടില്ല എന്നതിൻ്റെ ഒരു തെളിവാണിത്. ഒരു ഫയലും തീർപ്പാക്കാതെ 5 ദിവസത്തിൽ കൂടുതൽ വച്ചിരുന്നാൽ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റും. ഇനി 5 ദിവസത്തിൽ കൂടുതൽ ഫയൽ സൂക്ഷിച്ചാൽ വിജിലൻസ് പരിശോധനയാകും ഉണ്ടാവുക. പല ഉത്തരവുകളും ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇറക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഇനി മുതൽ ഇത് നടപ്പില്ലെന്നും മന്ത്രി പറഞ്ഞു. പൊതുജനങ്ങളാണ് യജമാനന്മാർ. അവർ നൽകുന്ന നികുതി പണം കൊണ്ടാണ് ഓരോ ഉദ്യോഗസ്ഥരും ശമ്പളം വാങ്ങുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഡിസംബറിലാണ് മന്ത്രി വീമ്പിളക്കിയത്. ഉദ്യോഗസ്ഥരിതൊന്നും ചെവി കൊണ്ട മട്ടില്ല. മന്ത്രി ഗണേഷ് കുമാർ പറയട്ടെ, കേൾക്കണോ വേണ്ടിയത് നമ്മൾ തീരുമാനിക്കും എന്ന മട്ടിലാണ് ഉദ്യോഗസ്ഥർ. അതായത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെ പോലും നേരെ ചൊവ്വ നിർത്താൻ ഗണേഷ് കുമാറിന് അറിയില്ല, കഴിവില്ല എന്നതാണ് സാരം. ഫയൽ വൈകിപ്പിച്ച ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിട്ടുമില്ല. വാഹന രജിസ്ട്രേഷൻ അപേക്ഷയും ലൈസൻസുകളും പെർമിറ്റും വെച്ച് താമസിപ്പിച്ചാണ് ഇക്കൂട്ടർ പണം പിരിക്കുന്നത്. നേരിട്ട് ചോദിച്ചാൽ പിടിവീഴും എന്നതിനാൽ ഏജന്റുമാർ മുഖേനയാണ് കൈക്കൂലി വാങ്ങുന്നത്. മുമ്പ് പിടിക്കപ്പെട്ട പല സമാന കേസിലും ഇതായിരുന്നു പ്രവർത്തന ശൈലി. ഇതെല്ലാം തടയാൻ പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ഒന്നും വിജയിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഉയർന്ന ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ക്രമക്കേടുകളോട് കണ്ണടയ്ക്കുകയാണ് ഗ്രേഡ് കുറഞ്ഞ തസ്തികയിലെ ജോലി ചെയ്യുന്നവരോടും മറ്റൊരു സമീപനവും ഉണ്ടെന്ന വകുപ്പിലടക്കം പറച്ചിലുണ്ട്. പെർമിറ്റ് പുതുക്കാൻ വരുന്നവരോടും സാധാരണക്കാരോടും അടക്കം ഇടനിലക്കാരെ കൊണ്ട് കൈക്കൂലി വാങ്ങാൻ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട്.
പണം നോട്ടുകെട്ടായിട്ട് അല്ലെങ്കിൽ അവിടെ പൊതിഞ്ഞുകൊണ്ട് മേശയുടെ അടിയിൽ കൂടെ ഗൂഗിൾ പേ വഴി അക്കൗണ്ടിൽ കൂടെ പണം നിക്ഷേപിക്കുക എന്നടക്കമുള്ള പല രീതികൾ നടക്കുമ്പോഴും ഇവരൊന്നും നന്നാവില്ല. അഥവാ ഗണേഷ് കുമാറിനെ കൊണ്ട് ഈ അഴിമതികളൊന്നും തുടച്ചു മാറ്റി കളയാൻ പറ്റില്ല എന്നതിൻ്റെ ഒരു തെളിവാണ് വിജിലൻസ് ഇപ്പോൾ പിടിച്ചെടുക്കിയത്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര .com, അയൺ ബിൽഡ് ഗുജറാത്ത്.